പേടിച്ച് സ്വർണം പാഠപുസ്തകത്തിൽ ഒളിപ്പിച്ചത്. 23-ന് രാവിലെ വീട്ടുകാർ സ്വർണം അന്വേഷിച്ചപ്പോഴാണ് കൊല്ലം തേവലക്കരയിലെ SN ആക്രിക്കടയിൽ വിറ്റ പുസ്തകത്തിനുള്ളിലാണെന്ന് മനസ്സിലായത്. കമ്മൽ, വള, മോതിരം ഉൾപ്പെടെയുള്ള സ്വർണമാണ് തിരിച്ചേൽപ്പിച്ചത്. ആക്രിസാധനങ്ങൾക്കിടയിൽ പെട്ടുപോയ 6 പവന്റെ സ്വർണം തിരിച്ചേൽപ്പിച്ചവരാണ് ഈ കാണുന്ന ആക്രിക്കടയിലെ ഈ തൊഴിലാളികൾ. എങ്ങനെയാണ് ഈ സ്വർണം ഈ ആക്രിക്കടയിൽ? ഇത് ആ പാർട്ടി തന്നെ കൊണ്ടുവന്നതാണ്. അവർ ഒരു ആപ്പയ്ക്കകത്ത് കൊണ്ടുവന്നതാണ്. ഈ പുസ്തകം ഉണ്ടായിരുന്ന, ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, കുറേ ചിരട്ട ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ട് തൂക്കി തന്നിട്ട് പോയതാണ്. 21-ാം തീയതി വൈകിട്ട് 6 മണിക്ക് കൊണ്ട് തന്നെയാണ്. അത് കഴിഞ്ഞ് അവർ വരുന്നത് 23-ാം തീയതി 11 മണിക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബാക്കിയുള്ള പണികളെല്ലാം നിർത്തി വെച്ചുകൊണ്ട് നമ്മുടെ 5 ജോലിക്കാരെയും വിളിച്ചിത് തട്ടിയിട്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ഒരു 12-1 മണിയായപ്പോഴത്തേക്ക് ഒരു കമ്മൽ, ഒരു സെറ്റ് കമ്മൽ, ഒരു മോതിരം, ഒരു വള, ഒരു കമ്മലിൻ്റെ ആണി, ഇതെല്ലാം കിട്ടി. പിന്നെ ഒരു മാല ഉണ്ടായിരുന്നു, അത് ഈ വേസ്റ്റിനകത്തു നിന്നാണ് മാല കിട്ടി. പ്രധാനമായും കണ്ടെത്തിയതായി ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ്. അവർ തന്നെ ഇവിടെ ഈ റൂമിൽ കിടക്കുന്ന ഈ പേപ്പറുകൾ മൊത്തം തട്ടിയിട്ട്, ഈ കിടക്കുന്ന പേപ്പറുകളെല്ലാം തട്ടിയിട്ട് എല്ലാം തിരിഞ്ഞെല്ലാം മാറ്റി, എല്ലാം പുറത്തിറക്കി വെച്ച്, കുറേ റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് അവിടെ ഒന്നും കാണാൻ സാധ്യതയില്ല. അവിടെ നിന്ന് വെള്ളിയാഴ്ച രാവിലെ ഒരു 8 മണിയോടുകൂടി ഞങ്ങൾ രണ്ടുപേര് കിടക്കുന്ന ബേസ്റ്റിനകത്ത് പോയി തപ്പാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഈ പുസ്തകം എന്ന് വെച്ചാൽ ഈ ചെറിയ കീസിനകത്ത് വരുന്നത്. ഇത് നമ്മൾ തട്ടിയിട്ട് ഒരു ചാക്കിനകത്ത് ഈ കീസെല്ലാം പറക്കി വെച്ചങ്ങ് വേസ്റ്റ് കൊണ്ട് കളയത്തേ ഉള്ളൂ. അങ്ങനെ വേസ്റ്റ് പോയി തിരക്കിയ അന്നേരം ഒന്നും കിട്ടിയില്ല. പിന്നെ വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് വൈകിട്ടൊരു 4 മണിയോട് വീണ്ടും ഇറങ്ങി. 4 മണിയോട് ഇറങ്ങി വീണ്ടും തിരക്കിയപ്പോഴാണ് ചെറിയ കീസിനകത്ത് ഈ മാല കിട്ടിയത്. അങ്ങനെ എന്തായാലും എടുത്ത് അതിൻ്റെ പിന്നെ ഉടനെ വിളിച്ച് പിന്നെ തെക്കുമാൻ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ വെച്ചാണ് സാധനം കൈമാറിയത്. അപ്പോൾ അവരെന്താ പറഞ്ഞത്? അവർക്ക് വലിയ സന്തോഷമായി. അവരോട് ഞങ്ങൾ ചോദിച്ചു പ്രതികരിക്കാൻ താല്പര്യമുണ്ടാകുന്നു. അപ്പോൾ അവർ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്തായാലും ഈ ആക്രിക്കടയിൽ വന്ന ഈ സാധനങ്ങൾക്കിടയിൽ കിട്ടിയ ഏകദേശം 6 പവനെന്നൊക്കെ പറഞ്ഞാൽ ഒരു 7 ലക്ഷം രൂപയോളം അടുപ്പിച്ച് വിലയായി. അപ്പോൾ അത് കൊടുക്കാൻ കാണിച്ച മനസ്സ്